വെച്ച് കഴിഞ്ഞാൽ പ്രധാനമന്ത്രിക്ക് നേരെ ഒരു വധഭീഷണി വന്നു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെള്ളിയാഴ്ച ദിവസം പ്രധാനമന്ത്രിയുടെ ഓസ്ട്രേലിയ സന്ദർശനത്തിന്റെ വിഷയമല്ലേ? അല്ല, അങ്ങനെ തന്നെ. പക്ഷെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വധഭീഷണി വരും എന്ന് പറഞ്ഞ് വെള്ളിയാഴ്ച ദിവസമായിരിക്കും പറഞ്ഞ് അയാൾ കാണുമ്പോൾ ഒരു മുസ്ലിം ടച്ചാണ്, അയാളുടെ സംസാരം ഒരു മലബാറി ടച്ചാണ്. അപ്പൊ ഈ എല്ലാത്തിലും ഒരു തീവ്രവാദ സംഘടന ഉണ്ടാവുമല്ലോ. അവരുടെ ആ ഘട്ടത്തിൽ നടത്തിപ്പെട്ട കുറച്ച് ടീംസ് എന്ന് പറയുന്നത് ഒരു മുസ്ലിമാണ്, മുസ്ലിം കോയയാണ്. അയാൾ വെള്ളിയാഴ്ച സ്പെഷ്യലി വെള്ളിയാഴ്ച തന്നെ തലർക്കെന്ന് പറയാൻ കാരണം ഇപ്പൊ ആളെ പിടിക്കുകയും ചെയ്തു. ആളെ പിടിച്ചു നോക്കുമ്പോ ആള് തിരൂര് പരപ്പനങ്ങാടിയിലെ മിഥുൻ മിഥു എന്നറിയപ്പെടുന്ന ഒരു BJP ഭാരവാഹിയാണ്. അല്ല, ഇതിപ്പോ നമ്മള് അയാളുടെ കാര്യം പറയുന്നത് പോലെ തന്നെ മൊത്തത്തില് ഉണ്ട്. അതായത് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഇരിക്കുന്ന വിഭാഗം ആൾക്കാർ, അത് രാഷ്ട്രീയപരമായിട്ടുണ്ട്, മതപരമായിട്ടുണ്ട്. പക്ഷെ മതപരമാകുന്ന സമയത്താണ് ഈ പറഞ്ഞ പോലെ പേരുകൾ ചേഞ്ച് ചെയ്യലും ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കലും. അപ്പോ ഇത് സാധാരണ കാണുന്ന ആൾക്കാരുടെ ഇടയ്ക്ക്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ പ്രധാനമന്ത്രിയുടെ വിഷയം വന്ന് പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരാളെ നമ്മളുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അത് രാഷ്ട്രീയം എന്തും ആയിക്കോട്ടെ, അതെ, നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എല്ലാവർക്കും കൂടി ഉള്ളതാണ്. അപ്പൊ അയാൾക്കൊരു പ്രധാനമന്ത്രിക്കെതിരെ ഒരു വധഭീഷണി വരുമ്പോ അതെന്താണ് എങ്ങനെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ അത് മുസ്ലിമാണ്, അത് കോയയാണ്, മറ്റേതാണെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ആദ്യം തുടക്കത്തിൽ ഇയാളുടെ പേര് വിവരങ്ങളൊന്നും പുറത്തു വിട്ടിട്ടുണ്ട്. വേറെ ID വഴിയാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത്. എന്തോ ഒരു ഈ ഹിന്ദുത്വ തീവ്രവാദ ബേസിൽ തന്നെയാണ് ID വന്നിട്ടുള്ളത്. അങ്ങനെ വന്നപ്പോഴാണ് ഈ വിഷയം മൊത്തം എല്ലാവരും കൂടിയിട്ട്, ഒരു കേരളത്തിൽ മാത്രമല്ല മൊത്തത്തിൽ അത് സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇത്